ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ C3 വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്നറിയോ? ഈ കാണുന്ന ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ഉണ്ടാക്കണ, അതായത് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ഒരു റിംഗ് ആണ്. പിന്നെ അതിന്റെ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റണ തരത്തിലുള്ള സ്ട്രിപ്പ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് വേണം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കണ മെറ്റീരിയൽസും ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആണ്. ഇത് ഉണ്ടാക്കണ ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഇത് വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ഈ ഒരു നമ്മുടെ ഈ റായുടെ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ വെക്കുന്ന സ്ട്രിപ്പാണ് കേട്ടത്. അപ്പൊ ഇത് ഇതുപോലത്തെ ഒരു ലോങ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ലേബൽ മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് സ്റ്റിക്കായി കിട്ടും. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഫാൻസി ടൈപ്പുള്ള മുത്തുകള് അല്ലെങ്കിൽ പേളിന്റെ മുത്തുകള്, ഞാനിതിൽ ഒരു 3-4 ടൈപ്പ് ഓഫ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ക്ഷമയോടെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഒരു കമ്പി പോലത്തെ ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് നമ്മൾ ഫാൻസി ടൈപ്പുള്ള ഈ ഒരു ബട്ടർഫ്ലൈയുടെ സംഭവം ഇതുപോലെ ഇങ്ങനെ നമുക്ക് കയറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെ അത് ഫുള്ളാക്കി കൊടുക്കാം. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ് ഏതൊക്കെ മോഡലിൽ ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതുപോലെ ഈ ഒരു ബട്ടർഫ്ലൈസിനെ ഫുള്ളായിട്ട് തന്നെ ഇതിലോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഹെയർ ബാൻഡ് ആയിട്ട് കിട്ടും. അങ്ങനെ ഞാൻ അതുപോലെയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഈ ബട്ടർഫ്ലൈയുടെ ഒരു ഹെയർ ബാൻഡാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത്. ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ നിറച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പേളായിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ബട്ടർഫ്ലൈയുടെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയത്. പിന്നെ അപ്പോൾ നമ്മൾ ഒരു പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അടുത്ത പാറ്റേൺ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സൈഡിൽ നമ്മൾ രണ്ട് സൈഡിലും ആ ഒരു സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ ഒരു ബോൾസ് നമ്മുടെ പേൾസ് വെച്ചിട്ടാണ്, പിങ്ക് കളറിലെ പേൾസ് വെച്ചിട്ടാണ് ആ പേൾസ് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊരു റിംഗ് ആയിട്ട് എടുക്കാമെന്നാണ് നമുക്കൊരു ഹെയർ ബാൻഡ് ആക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഈ ഒരു മുത്ത് വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ ഇത് വെച്ച് കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കി. കണ്ടോ, ഇത്രയും വരെ ആക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അറ്റത്ത് എത്തണേക്കാളും മുമ്പായിട്ട് വീണ്ടും ആ സൈഡിലും ഒരു സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കണം. കാരണം ചെവിടിൻ്റെ അവിടെ വേദന എടുക്കാണ്ടിരിക്കാനുള്ള സംഭവമാണ്. അത് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഇങ്ങനെ പറിച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള അളവെടുത്താൽ മതി. കുറച്ചെടുത്തിട്ട് സൈഡിൽ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പൊ അതുപോലെ നമ്മൾ സെക്കൻഡ് ഒരു ഹെയർ ബാൻഡും കൂടി സെറ്റ് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നല്ല റായുടെ മോഡലൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ ഒരു അടിപൊളി തന്നെ ഐറ്റമാണിത്. നമുക്കിത് വീട്ടിൽ വെറുതെ ഒക്കെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇതൊക്കെ വെച്ചിട്ട് ഒരു വരുമാനം പോലെ നമുക്ക് ചെയ്യാം. ഒരു കോമ്പോസിറ്റ് ആയിട്ടൊക്കെ. അങ്ങനെ ഇതിൻ്റെ ഒരു നമുക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ സൈഡിൽ വീണ്ടും ആ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി. പിന്നീട് നമുക്ക് പെട്ടെന്ന് ചെയ്തും തീരൂട്ടാ. എനിക്ക് കുറച്ച് നേരം എടുത്തുള്ളൂ ഇത് ചെയ്യാനായിട്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. എൻ്റെ കുഞ്ഞിത് എഴുന്നേറ്റ് വന്നു കേട്ടാ. എന്നിട്ട് അവൻ നോക്കാണ് ഞാൻ എന്താ ചെയ്യണേന്ന്. ഇങ്ങനെ എന്തിട്ടാ അമ്മ ചെയ്യണേന്നുള്ള അത്ഭുതത്തോടു കൂടിയാണ് കൊച്ചു നോക്കണേ. അങ്ങനെ നമ്മൾ സെക്കൻഡ് റായും കൂടി ഫില്ലാക്കി എടുത്തു. അത് ഞാൻ ഒന്ന് വെച്ച് നോക്കണതാട്ടോ എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ പിങ്ക് കളറിലുള്ള പേൾസ് വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് റാ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഗേറ്റർ വെച്ചിട്ട് അതിൻ്റെ മീതെ ഇത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ അലിഗേറ്ററൊക്കെ നമുക്ക് ഈ ഒരു സെറ്റിൻ്റെ കൂടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ അലിഗേറ്റർ എടുത്തിട്ട് അതുമേ നമ്മുടെ കയ്യിലുള്ള ഗമ്മും ഇതിൻ്റെ കൂടെ കിട്ടണതാണ് കേട്ടോ. അതൊരു പാക്കായിട്ടാണ് നമുക്ക് കിട്ടണത്. അപ്പം നമ്മൾ ഈ ഗം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പുറത്തുനിന്ന്. ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ആ ഒരു മറ്റേ സ്റ്റോണിൻ്റെ വർക്കുള്ള ആ ഒരു സംഭവം അതുമ്പോൾ വെറുതെ ഒട്ടിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടണതാണ് അത്. കൊച്ചാണെങ്കിൽ ഇത് തിന്നാനുള്ള സാധനം എന്ന് വിചാരിച്ച് വേഗം കടിക്കാനൊക്കെ വരുവാണ്. അങ്ങനെ നമ്മൾ അലിഗേറ്റർ വെച്ചിട്ട് അതിൻ്റെ പല കളേഴ്സ്, പിങ്ക് കളറുമ്മേ അതിനോട് ചേരണ മാച്ച് ചെയ്തിട്ടുള്ള കളറൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ അലിഗേറ്ററും നമ്മൾ സെറ്റാക്കി എടുത്തു. ഞാൻ ഉദ്ദേശിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംബോ പാക്കായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ്. ഒരു 3 പാറ്റേണിൽ വരുന്ന റാ
അതുപോലെ തന്നെ ഹെയർ ബാൻഡ്, പിന്നെ നമുക്ക് ബുഷില്ലേ, ബുഷ് തന്നെ ഈ ഒരു പേൾസിൻ്റെ മുത്ത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ മാലയോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതുപോലെ നമ്മൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നത്. നല്ല രസമില്ലേ കാണാൻ? അത് വെറുതെ പ്രസ് ചെയ്തിട്ട് നമുക്ക് പിള്ളേരുടെയൊക്കെ തലയിൽ കയറ്റി വെച്ച് കൊടുക്കുന്ന സാധനമാണ്. അപ്പം അത് അങ്ങനത്തെ ഒരു 4 ഞാൻ ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ കയ്യിലുള്ള സംഭവം വെച്ചിട്ട് വെറുതെ അത് നമ്മൾ ആ ഒരു പശ വെച്ചിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ അതിൻ്റെ വർക്ക് വരണുള്ളൂ. അങ്ങനെ നമ്മളിത് ഇതാണ് കേട്ടോ B7 1000 എന്ന് പറയണ ഈ ഒരു ഗമ്മാണ് ഈ ഹെയർ ആക്സസറീസ് ഒക്കെ പശ വെച്ച് ഒട്ടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇത് ഈ ഒരു പിങ്ക് കളറുമ്പോൾ നമ്മൾ ഓറഞ്ച് കളറാണ് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തത്. പിന്നെ അതൊന്ന് പ്രസ്സായിട്ട് കുറച്ച് നേരം അതൊന്ന് ഓപ്പൺ ഏരിയയിൽ വെക്കണം, അതൊന്ന് നന്നായിട്ട് ഉണങ്ങി വരാനായിട്ട്. അപ്പം നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കി. അപ്പോൾ അലിഗേറ്റർ വെച്ചിട്ടുണ്ടാക്കി. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ടിപ്പ് ടോപ്പാണ്. ടിപ്പ് ടോപ്പിനും നമുക്ക് അതിനുള്ള ഐറ്റംസ് കുറേ ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫ്ലവറിൻ്റെ ഒരു സംഭവമാണ്. അത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കണതാണ് എല്ലാം തന്നെ. അപ്പം അതിൻ്റെ ഫ്ലവറാണ് എല്ലാം. ഇപ്പോൾ ഒരു ടിപ്പ് ടോപ്പ് ഒരു ജോഡിയാണെന്നുണ്ടെങ്കിൽ അതുമ്മേ 2 ഒരേപോലെ വെക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ടിപ്പ് ടോപ്പും നമ്മൾ അതിൻ്റെ കൂടെ സെറ്റാക്കി വെച്ചു. വളരെ സിമ്പിളാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റണ ഒരു അടിപൊളി സംഭവം തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് ആ ഒരു കവറിലുള്ള സംഭവം തീർക്കണം എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. അപ്പം നമ്മളിത് ഇതുപോലെ 2 ടിപ്പ് ടോപ്പിലും യെല്ലോ കളറിലെ ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ അതിലെന്ന് പറഞ്ഞാൽ ഒരു 10 ടിപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പം 10 എന്ന് പറഞ്ഞാൽ ഒരു 5 ജോഡി ടിപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ ഓരോ സെറ്റാക്കി അതിൽ വെക്കാനുള്ള സംഭവങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ആ മഞ്ഞ പോലെ തന്നെ പൂവിൻ്റെ പോലെ പിങ്ക് കളർ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ വെക്കാൻ പറ്റണ കുറച്ചുകൂടി വലിയ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ റോസ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റോണിൻ്റെ തന്നെ ഒരു ചെറിയ 2 സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെറുതെ ഒട്ടിച്ചാൽ മതി. നമ്മൾ പശ വെച്ച് അതുമ്പോൾ തേച്ചതിന് ശേഷം വെറുതെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ഏരിയയിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് അത് ഡ്രൈ ആയിട്ട് വരും. അപ്പം അങ്ങനെ ഞാൻ ടിപ്പ് ടോപ്പും കൂടി സെറ്റാക്കിയിരുന്നു. എല്ലാം ഒരു 5 നമ്മൾ 5 ജോഡി നമ്മൾ ടിപ്പ് ടോപ്പ് സെറ്റാക്കിയിരുന്നു. ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ നമ്മൾ വാങ്ങിക്കണ ആ ഒരു കിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ അതിൻ്റെ ഉള്ളിലുള്ള വെക്കാനൊക്കെ ഉള്ള സാധനങ്ങളും നമുക്ക് അതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കറക്റ്റ് അത് ഏതാന്നൊക്കെ നോക്കി. ഈ ഒരു ഫ്ലവർ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു റായുമേ വെക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ ഇത് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ സാറ്റേണിൻ്റെ തുണി വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്ത റാകൾ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പം അതുമ്പോൾ നമുക്ക് വെക്കാനുള്ള ഒരു ഫ്ലവറാണിത്. അപ്പം ഈ ഒരു ഫ്ലവറും ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പം ഈ ഒരു ഗമ്മ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഫ്ലവറിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ആ ഒരു റായുടെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഗമ്മ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഈ ഒരു ഗം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൂല് പോലെ വന്നുകൊണ്ടിരിക്കും, അത് അപ്പം തന്നെ അടച്ചു വെക്കണം. അപ്പോൾ അത് എവിടെയാണോ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത് അവിടെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഒരു പ്രസ്സിങ്ങിൽ അത് ശരിയാവില്ല, പക്ഷെ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് അതൊരു ഓപ്പൺ ഏരിയയിൽ വെക്കണം. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹെയർ ബാൻഡ് വരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഇതാണ് നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ വലിയണ ഒരു ടൈപ്പ് ഓഫ് ടങ്കീസിൻ്റെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വലിയണ ടൈപ്പ് ഒരു റബ്ബർ ബാൻഡ് പോലെയൊക്കെയാണ് വന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബുഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മാല പോലെ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇതിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ബ്രേസ്ലെറ്റ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബ്രേസ്ലെറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, തലയിൽ ബുഷ് പോലെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അളവെടുത്തിട്ട് ഇതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് ആ ഒരു പേളിൻ്റെ മുത്തോ അല്ലെങ്കിൽ എന്താണോ അതിൽ വന്നേക്കണ ഫാൻസി ടൈപ്പ് ഓഫ് മുത്തുകൾ എന്ത് വേണമെങ്കിലും അതിൽ കോർത്തെടുക്കാം. അപ്പം ഞാൻ വിചാരിച്ചു പിങ്ക് കളറിലെ ആണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്, അപ്പോൾ പിങ്കിൻ്റെ തന്നെ ഒരു ബ്രേസ്ലെറ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ നമുക്ക് തലയിലിടുന്ന ബുഷോ. ഇപ്പോൾ പേളിൻ്റെ ബുഷൊക്കെ വെച്ചിട്ടല്ലേ പിള്ളേരെല്ലാവരും, ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡ് അതാണ്. ഇപ്പം പണ്ടത്തെ പോലെ പുഴു ആ സംഭവങ്ങളൊക്കെ ബണ്ണൊക്കെ ഉപയോഗിക്കൽ തീരെ റയറാണ്. എല്ലാവരും കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചൊരു ട്രെൻഡാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതുപോലെ വെറുതെ കോർത്തെടുക്കുക. അങ്ങനെ ആ ഒരു അളവിന് കോർത്തെടുത്ത് നന്നായിട്ട് അവിടെ ഒന്ന് നല്ല കെട്ട് അങ്ങോട്ട് കെട്ടി കൊടുക്കുക. പിന്നെ അത് ഒരിക്കലും അഴിഞ്ഞു വരില്ല, അമ്മാതിരി കെട്ടി കൊടുക്കണം. അങ്ങനെ നമ്മളുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡിയായി. ഇപ്പം നോക്കാം, ഞാൻ അത് കയ്യിലും ഇട്ട് കാണിക്കാൻ പറ്റും, അതുപോലെ തന്നെ തലയിലും ഇടാൻ പറ്റും. പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു ടങ്കീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം.
പിന്നെ ഇതുപോലത്തെ ചെറിയ കത്രിക ഉണ്ടെങ്കിൽ ഉപകാരമായിരിക്കും കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് അത് കട്ട് ചെയ്യാൻ എടുക്കാനൊക്കെ എളുപ്പമാണ്. അതെ ആദ്യം ഞാൻ മുടിയുമാണ് ഇട്ട് കാണിക്കുന്നത് കണ്ട. നമുക്കിത് മുടിയുമ വേണമെങ്കിൽ ഇതുപോലെ ഇടാം, അല്ലാന്ന് രണ്ട് വശത്ത് ഇതുപോലെ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ബ്രേസ്ലെറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ഇതുപോലെയും ഇടാം കണ്ട. അങ്ങനെ 2 ടൈപ്പ് ഓഫ് യൂസ് ആണ് ഇതിൽ വന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് മാലയും കൂടി ഇതും കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. കറക്റ്റ് അത്രയും മുത്തുകൾ എടുത്തിട്ട് ഇതുപോലെ കോർത്തെടുത്ത് ബാക്കിൽ നന്നായിട്ട് അത് കെട്ടി വെച്ചാൽ മതി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നെക്സ്റ്റ് ഒരു റാ തന്നെയാണ്. അതും അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ റായാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഇത് ഞാൻ എല്ലാം വീഡിയോ എടുത്തില്ല. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു ഹെയർ ആക്സസറീസിൻ്റെ പാക്കറ്റിൽ കൂടെ ഉണ്ടാക്കിയത്. 3 ടൈപ്പ് ഓഫ് റാകൾ, അതുപോലെ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ബുഷ്, പിന്നെ അലിഗേറ്റർ വെച്ചിട്ട് ടിപ്പ് ടോപ്പ്, അങ്ങനെ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുള്ള ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഹെയർ ആക്സസറീസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.